നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 19ാമത്തെ കഥ രാജ്ഞിയുടെ ആലസ്യം. വിക്രമാദിത്യൻ വീണ്ടും വേതാളത്തെ ബന്ധിച്ച് തോളിലേറ്റിക്കൊണ്ടുവന്നു. അപ്പോഴും അവൻ ഒരു കഥ പറഞ്ഞു തുടങ്ങി. അല്ലയോ രാജാവേ, പണ്ട് ബർദ്വാൻ ദേശത്ത് ഗുണശേഖരൻ എന്നൊരു രാജാവുണ്ടായിരുന്നു. ജൈനമതാനുയായി ആയിരുന്ന മന്ത്രി അഭയചന്ദിൻ്റെ പ്രേരണാഫലമായി അദ്ദേഹവും ജൈനമതം സ്വീകരിച്ചു. തൻ്റെ രാജ്യത്തിലാകമാനം ശിവനെയും വിഷ്ണുവിനെയും ആരാധിക്കുന്നത് നിരോധിച്ചു. ജന്തുബലി, ഭൂദാനം, പരേതാത്മാക്കൾക്ക് വേണ്ടിയുള്ള ബലികർമാദികൾ മുതലായവ കുറ്റകരമാക്കി. ചൂതുകളിയും മദ്യപാനവും നിരോധിച്ചു. അസ്ഥികലശങ്ങൾ ഗംഗാനദിയിൽ നിമജ്ജനം ചെയ്യുന്ന പതിവും നിയമം മൂലം നിർത്തലാക്കി. മന്ത്രിയുടെ പ്രേരണാഫലമായി മേൽപ്പറഞ്ഞ കുറ്റങ്ങളിൽ ഏതെങ്കിലും ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അവരുടെ വസ്തുവകകൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുകയും കുറ്റവാളികൾക്ക് കഠിന ശിക്ഷ നൽകുകയും ചെയ്യുന്നതാണെന്ന് രാജാവ് വിളംബരം പുറപ്പെടുവിക്കുകയും ചെയ്തു. കാലങ്ങൾ കടന്നുപോയി. രാജാവ് പരലോകപ്രാപ്തനായി. അദ്ദേഹത്തിൻ്റെ പുത്രനായ ധർമ്മധ്വജൻ സിംഹാസനാരോഹണം ചെയ്യുകയും ചെയ്തു. പേരിൽ മാത്രം ധർമ്മധ്വജനായിരുന്ന അദ്ദേഹത്തിൻ്റെ സ്വേച്ഛാധിപ്രഭുത്വത്തിന് അഭയചന്ദിൻ്റെ സാന്നിധ്യം ഒരു വിലങ്ങുതടിയായി തോന്നി. ദുരധികാര ദുഷ്പ്രഭുക്കളായ കൊട്ടാരം സേവകന്മാരുടെ സഹായത്തോടുകൂടി അദ്ദേഹം ഗൗരവമേറിയ പല ദുരാരോപണങ്ങൾ മന്ത്രിയുടെ പേരിൽ ചുമത്തി. രാജകോപവും ഉപജാപക ശക്തിയും ഭയന്ന് മന്ത്രിപക്ഷീയർ ആരും തന്നെ അദ്ദേഹത്തിന് അനുകൂലമായി മൊഴി കൊടുക്കാൻ മുന്നോട്ട് വന്നതുമില്ല. രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് കിങ്കരന്മാർ മന്ത്രിയെ പിടികൂടി. അദ്ദേഹത്തെ ഏറ്റവും മൃഗീയമായ വണ്ണം തേജോവധം ചെയ്തു. അവർ അദ്ദേഹത്തിൻ്റെ സമർത്ഥമായ കേശഭാരം 7 പിണികളായി പിന്നി പുറകോട്ടിട്ടു. മുഖത്ത് കറുപ്പ് പൂശി. അനന്തരം അദ്ദേഹത്തെ ഒരു കഴുതപ്പുറത്ത് പുറകോട്ട് തിരിച്ചിരുത്തി ചെണ്ട, മദ്ദളം മുതലായവയുടെ അകമ്പടിയോടുകൂടി പട്ടണ പ്രദക്ഷിണം നടത്തി നഗരാതിർത്തി കടത്തിവിടുകയും ചെയ്തു. ദിവസങ്ങൾ കുറെ കടന്നുപോയി. വസന്തകാലത്തിൽ ഒരു ദിവസം രാജാവ് തൻ്റെ രാജ്ഞിമാരുടെ അകമ്പടിയോടുകൂടി കൊട്ടാരത്തിലെ അന്തഃപുര ഉദ്യാനത്തിൽ ഉലാത്തുകയായിരുന്നു. തോട്ടത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന ശുദ്ധജലവാപിയിൽ താമരപ്പൂക്കൾ വിരിഞ്ഞ് വികസിച്ചു നിന്നിരുന്നു. ജലക്രീഡ നടത്തി ആനന്ദിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി രാജാവ് രാജകീയ ഉടുവസ്ത്രങ്ങൾ അഴിച്ചുവെച്ച് സ്നാനവേഷം ധരിച്ച് പൊയ്കയിലേക്ക് ചാടി. കുറെ നേരം നീന്തി കളിച്ച ശേഷം അദ്ദേഹം ഒരു വലിയ താമരപ്പൂ പറിച്ച് പൊയ്കയുടെ തീരത്ത് വന്നു. അദ്ദേഹം പ്രസ്തുത പുഷ്പം തൻ്റെ പ്രധാന രാജ്ഞിക്ക് സമ്മാനിക്കുവാൻ തുനിയവേ പുഷ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് രാജ്ഞിയുടെ കാലിന്മേൽ വീണു. അതിൻ്റെ ആഘാതമേറ്റ് അവളുടെ മൃദുല മൃണാള നാളോപമമായ കാലിൽ കൊടിയ വേദന ഉളവാക്കി. ഈ കാഴ്ച കണ്ട് സംഭ്രാന്തനായി തീർന്ന രാജാവ് തൽക്ഷണം രാജ്ഞിമാരോടൊന്നിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങി. പെട്ടെന്ന് തന്നെ രാജകീയ ഭിഷക്കിനെ വരുത്തി വൻതോതിൽ ചികിത്സകളും ആരംഭിച്ചു. ഇതിനകം 2ാമത്തെ രാജ്ഞിയുടെ ശരീരമാസകലം പൊള്ളിയാലെന്ന പോലെ കുമിളകൾ ആവിർഭവിച്ചു. അതേസമയം കൊട്ടാരത്തിന് സമീപമുള്ള ഒരു പ്രഭുമന്ദിരത്തിലെ മഹാനസത്തിൽ നിന്ന് പുറപ്പെട്ട പാത്രങ്ങൾ കൂട്ടിമുട്ടിയുള്ള ശബ്ദം കേട്ട് 3ാമത്തെ രാജ്ഞി എന്തെന്നില്ലാതെ ഞെട്ടിവശായി. അല്പസമയത്തിനുള്ളിൽ കഠിനമായ തലവേദന ബാധിച്ച് അവൾ മോഹാലസ്യപ്പെട്ടു വീണു. ഇത്രയും കഥ പറഞ്ഞ ശേഷം വേതാളം ചോദിച്ചു, അല്ലയോ രാജാവേ, ഈ 3 രാജ്ഞിമാരിൽ ആർക്കാണ് ഏറ്റവും ലോലമായ ഹൃദയമുള്ളത്? രാജാവ് പറഞ്ഞു, സംശയമെന്ത്? അയൽ വീട്ടിൽ പാത്രങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദം കേട്ട് മോഹാലസ്യപ്പെട്ടു വീണവൾക്ക് തന്നെ. ഉടൻ തന്നെ വേതാളം വീണ്ടും ബന്ധനവിമുക്തനായി അവിടുന്ന് ഓടി മുരുക്കുമരത്തിൻ്റെ അഭയം പ്രാപിച്ചു. രാജാവ് പതിവ് പോലെ അവനെ പിന്തുടർന്ന് ബന്ധിച്ച് തോളിലേറ്റി കൊണ്ടുവരികയും ചെയ്തു. നന്ദി.